നമ്മുടെ വേടനുണ്ടല്ലോ, വേടൻ്റെ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ ഒരു കുട്ടിയെ വേദിയിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങളുടെ കൂടെ നിന്ന് ചേർക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു. ഞാനൊരു മോനെ പരിചയപ്പെടുത്താമോ? അവന് സുഖം കിട്ടുന്നതേ അവന് ഒരുപാട് ജനങ്ങളെ കാണുമ്പോഴും വേദികളിൽ ഏറുമ്പോഴാണെന്ന് അവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ. അവന് ആൾക്കാരെ കാണുന്നത് ഇഷ്ടമാണ്. അവന് ഓരോ തവണ ഓരോ വേദികൾ കയറി അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണെന്ന്. കിനാവ് കൊണ്ട് കിട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ്. ചെറിയ ഭൂമിയിൽ വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറക്കിൽ നിന്ന് ഇറത്തിൽ കറക്ക്. ചെറിയ കൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. നമ്മുടെ കേരളത്തിൽ ഏകദേശം 2011 സെൻസസ് പ്രകാരം 7,60,000 ഭിന്നശേഷി കുട്ടികളുണ്ട്. 2022 നടന്നൊരു സർവേ പ്രകാരം 2.6% കുട്ടികൾ ഭിന്നശേഷി കുട്ടികളാണ്. നമ്മുടെ സമൂഹത്തിൽ ഇഴചേർന്ന് ജീവിക്കേണ്ടവരാണ്. അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് ബഡ്ജറ്റ് സ്കൂൾ സംവിധാനങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ആ കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത് സമൂഹത്തിനാണ്. ആ സമൂഹത്തിലേക്ക് കുട്ടികൾ എത്രത്തോളം ഇഴചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന പൊതുപരിപാടികളിലും ആഘോഷ പരിപാടികളിലും അതേപോലെ തന്നെ കല്യാണങ്ങളിലും അതേപോലെ മറ്റ് പരിപാടികളിലൊക്കെ ഈ കുട്ടികളുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ ഭിന്നശേഷി കുട്ടികളായിട്ട് ജനിച്ചത് അവരെ കുറ്റം കൊണ്ടല്ല, അവരതിന് ജനിക്കപ്പെട്ടു പോയവരാണ്. പക്ഷേ അവർ അതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരുമല്ല. ഈ വേടൻ ചെയ്ത മാതൃക, വേടനെ കുറിച്ചിട്ടുള്ള പല അഭിപ്രായങ്ങളും പല ആളുകൾക്കും ഉണ്ടാവും. അതവിടെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പ്രവൃത്തി അദ്ദേഹം നമുക്കെല്ലാം കാണിച്ചു തന്നത് വലിയൊരു മാതൃകയാണ്. നമ്മുടെ നാട്ടിലൊരു ഭിന്നശേഷി കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം അവനെ കൂടി നിങ്ങൾ ഭാഗവാക്കാക്കണം. നമ്മളെ സമൂഹത്തിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും അവർക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊരു ഭിന്നശേഷി കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു സ്വപ്നമെങ്കിലും യാഥാർത്ഥ്യമാക്കി കൊടുക്കേണ്ടത് ആ ഗ്രാമത്തിൻ്റെ ആ നഗരത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രത്യേകം ശ്രദ്ധയിലെത്തേണ്ടതുണ്ട്. വേടനി കാണിച്ചു തന്ന മാതൃക നമുക്ക് ഏറ്റെടുക്കാനുള്ളതാണ്. അത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ആരുടെ ഔദാര്യമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ സമൂഹത്തിലെ ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് നമ്മളത് ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് താൻ.